WWE വിട്ട് AEWയിലേക്ക് പോയ റേറ്റഡ് ആർ സൂപ്പർ സ്റ്റാർ എച്ച് ഇപ്പോൾ WWE തന്നെ റിട്ടേൺ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് വന്നിട്ടുള്ള റൂമർ ന്യൂസിൽ പറയുന്നത്. അതിനെപ്പറ്റി നോക്കാം. അതുപോലെ തന്നെ WWE വിട്ട് AEWയിലേക്ക് പോയ മറ്റൊരു റെസ്ലറാണ് ഡീൻ ആംബ്രോസ് അഥവാ ജോൺ മോക്സിലി. അപ്പോൾ ജോൺ മോക്സിലി ഇനി WWEയിലേക്ക് വരുമോ, ഷീൽഡ് റീയൂണിയൻ ചെയ്യുമോ? അപ്പോൾ അതിനുള്ളൊരു ഉത്തരം എന്താണ് എന്നുള്ളത് ഇപ്പോൾ ഒരു ന്യൂസായിട്ട് വന്നിട്ടുണ്ട്. ജോൺ മോക്സിലി WWEയിൽ വീണ്ടും വരുമോ, അതിനെപ്പറ്റിയെല്ലാം ഈ വീഡിയോയിൽ പറയാം. അതുപോലെ CM പങ്ക് സെത്ത് റോളൻസിന് പകരം സർവൈവർ സീരീസിൽ 5th മെമ്പറായിട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു റൂമർ വന്നിട്ടുണ്ട്. അത് എന്താണെന്നും ഈ വീഡിയോയിൽ പറയാം. ഇപ്പോൾ ഈ ഒരു റൂമർ വന്ന സമയത്ത് ഇത് നടക്കാൻ ചാൻസ് ഉണ്ടോ എന്നൊരു ഡൗട്ട് വന്നു. അത് എന്താണെന്ന് അവസാനം പറയാം. ഫസ്റ്റ് ഡീൻ ആംബ്രോസ് അഥവാ ജോൺ മോക്സിലി WWEയിൽ റിട്ടേൺ ചെയ്യുമോ, ഷീൽഡ് റീയൂണിയൻ ചെയ്യുമോ എന്ന് നോക്കാം. ഇപ്പോൾ വീണ്ടും ഫാൻസ് ഇങ്ങനെ ചിന്തിക്കാനുള്ള കാരണം സർവൈവർ സീരീസിൽ സെത്ത് റോമൻ റീയൂണിയൻ ചെയ്യും ഈ ഒരു ടൈപ്പിലെല്ലാം കാണിച്ചതുകൊണ്ടാണ്. എന്നാൽ ഇപ്പോൾ വന്നിട്ടുള്ള ന്യൂസിൽ പറയുന്നത് ഇനി ഷീൽഡ് റീയൂണിയനോ അല്ലെങ്കിൽ WWEയിലുള്ള റിട്ടേണോ ഒട്ടും കാണാൻ സാധിക്കില്ല എന്നാണ്. അതായത് ഇനി ഒരിക്കലും ഷീൽഡ് റീയൂണിയൻ ചെയ്യാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ഡീൻ ആംബ്രോസ് AEW വിട്ട് WWEയിലും വരാൻ പോകുന്നില്ല എന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ള ന്യൂസിൽ നമ്മൾക്കറിയാൻ സാധിക്കുന്നത്. അതായത് ഡീൻ ആംബ്രോസ് 2027 വരെ AEWയിൽ വർക്ക് ചെയ്ത് അവരുടെ ഡീൽ അവസാനിക്കുമ്പോൾ പുതിയൊരു ഡീല് AEWയിൽ സൈൻ ചെയ്ത് വീണ്ടും AEWയിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. WWE എന്തൊക്കെ ഓഫർ കൊടുത്താലും ഡീൻ ആംബ്രോസ് ആ ഓഫറൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഡീൻ ആംബ്രോസ് അഥവാ ജോൺ മോക്സിലി ഇനി ഒരിക്കലും WWEയിൽ വരാൻ പോകുന്നില്ല, ഷീൽഡും റീയൂണിയൻ ചെയ്യാൻ പോകുന്നില്ല എന്നാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത്. ഇനി WWE വിട്ട് AEWയിലേക്ക് പോയ റേറ്റഡ് ആർ സൂപ്പർ സ്റ്റാർ എഡ്ജിനെ പറ്റി പറയാം. എഡ്ജ് AEWയിൽ പോയ സമയത്ത് വളരെയധികം പ്രതീക്ഷയുണ്ടായിരുന്നു. അതായത് AEW വേറെ ലെവലായിട്ട് മുന്നോട്ട് വരും, WWE കൊടുത്ത പോലെ നല്ല നല്ല മാച്ചെല്ലാം നമുക്കവിടെ കാണാൻ സാധിക്കുമെന്ന്. എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. എഡ്ജൊക്കെ ചെന്ന് നല്ല മാച്ചെല്ലാം ചെയ്തു എങ്കിലും AEWക്ക് റേറ്റിംഗ്സ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടിയില്ല. അതുപോലെ തന്നെ ഇപ്പോൾ വന്നിട്ടുള്ള ന്യൂസിൽ, അതായത് റൂമർ ന്യൂസിൽ പറയുന്നത് എഡ്ജിന് AEWയിൽ വർക്ക് ചെയ്ത് ഇൻട്രസ്റ്റ് പോയി എന്നാണ്. അതായത് ഇത്രയും നാളും AEWയിൽ വർക്ക് ചെയ്തിട്ട് എഡ്ജിന് അത്രയ്ക്ക് സെറ്റായില്ല എന്ന്. അപ്പോൾ ഈ റൂമറിൽ പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതെ. എഡ്ജ് AEWയിൽ പോയതിന് ശേഷം പ്രത്യേകിച്ച് ഒരു വില പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് എഡ്ജ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതായത് മുൻപൊക്കെ WWEയിൽ ഒരു പാർട്ട് ടൈം റെസ്ലർ പോലെ വർക്ക് ചെയ്യുമ്പോൾ 1-2 മാസമൊക്കെ കഴിഞ്ഞ് ഓരോ സ്റ്റോറി ലൈനും ഓരോ മാച്ചൊക്കെ വന്ന് ചെയ്തു പോകുമ്പോൾ വേറെ ലെവലായിരുന്നു എഡ്ജ്. എന്നാൽ AEWയിൽ അത്രയ്ക്കൊന്നും സെറ്റാവാൻ സാധിച്ചില്ല എഡ്ജിന്. അതുപോലെ WWE വിട്ട് എഡ്ജ് പോകുമെന്നും WWEക്ക് മനസ്സിലായിട്ടും അവസാനം നടന്ന ഷെയ്മസിന്റെ കൂടെയുള്ള മാച്ചിലും എഡ്ജിനെ തന്നെയാണ് വിൻ ചെയ്യിപ്പിച്ചത്. അതുപോലെ തന്നെ ഫിൻ ബാലറിന്റെ കൂടെ റെസൽമേനിയ മാച്ചും എഡ്ജിനെ വിൻ ചെയ്യിപ്പിച്ചിരുന്നു WWE. അപ്പം മൊത്തത്തിൽ WWE ആണ് എഡ്ജിനെ വേറെ ലെവലാക്കി കാണിച്ചിട്ടുള്ളത്. പക്ഷെ എഡ്ജ് ഫുൾ ടൈം റെസ്ലർ ആകാൻ പറ്റില്ല എന്ന കാരണം ചൂണ്ടിക്കാണിച്ചാണ് WWE വിട്ട് പോയത്. എന്തായാലും നോക്കാം. എഡ്ജിന് ഇപ്പോൾ AEW മടുത്തു എന്നും WWEയിൽ തിരിച്ചു വരാൻ സാധ്യതയുണ്ട് എന്നാണ് റൂമറിൽ പറയുന്നത്. അപ്പോൾ ഈ റൂമറിൽ പറയുന്നത് ശരിയാകും എന്ന് ഉറപ്പില്ല. ഇനി അഥവാ ശരിയാവുകയാണെങ്കിൽ എഡ്ജ് WWEയിൽ വരുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എഡ്ജിനെ WWE കൊണ്ടുവരും. അതായത് എഡ്ജിനും WWEക്കും തമ്മിൽ യാതൊരു പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ എഡ്ജ് റിട്ടേൺ ചെയ്യാൻ താല്പര്യം കാണിച്ച ട്രിപ്പിൾ എച്ച് ഉറപ്പായിട്ടും എഡ്ജിനെ WWEയിലേക്ക് കൊണ്ടുവരും. എൻ്റെ അഭിപ്രായത്തിൽ എഡ്ജ് WWEയിൽ വന്ന് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്താൽ തന്നെ എഡ്ജിൻ്റെ റേഞ്ച് തന്നെ മാറി ആ ഒരു പഴയ ടൈപ്പിലേക്ക് എത്തും. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് വന്നിട്ടുള്ള റൂമറാണ്, അങ്ങനെ മാത്രം കാണുക. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞത് എഡ്ജിനെ പറ്റിയിട്ടുള്ള റൂമർ ന്യൂസാണ്. എന്നാൽ എഡ്ജിനെ പറ്റി ഒരു അപ്ഡേറ്റ് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, അതും കൂടി ഈ വീഡിയോയിൽ പറയാം. അതായത് എഡ്ജിന് AEWയിൽ ആഡം കോപ്ലാൻഡ് എന്ന പേര് മാറ്റിക്കൊണ്ട് WWE യൂസ് ചെയ്യുന്ന എഡ്ജ് എന്ന പേരിൽ തന്നെ വരാനായിട്ട് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. എന്നാൽ ആ പ്ലാൻ ഇനി ഒട്ടും നടക്കാൻ പോകുന്നില്ല. അതായത് 2 ദിവസം മുൻപ് WWE വീണ്ടും എഡ്ജിന്റെ പേര് ട്രേഡ് മാർക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതായത് എഡ്ജ് എന്നുള്ള പേര് ഇനി WWEക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. എഡ്ജിന് അതെടുത്ത് AEWയിൽ യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഇനി എഡ്ജിന് വീണ്ടും എഡ്ജ് ആയിട്ട് വരണമെങ്കിൽ WWEയിൽ മാത്രമേ സാധിക്കൂ. ഇനി CM പങ്കിനെ പറ്റി നോക്കാം. CM പങ്കാണ് സെത്ത് റോളൻസിന് പകരം സർവൈവർ സീരീസിൽ റോമന്റെ ടീമിൽ 5th മെമ്പറായിട്ട് വരാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ വളരെയധികം സ്ട്രോങ് ആയിട്ട് റൂമർ വന്നിട്ടുള്ളത്. അതായത് ഈ റൂമറിൽ പറയുന്നത് നടക്കാൻ ചാൻസ് ഉള്ളത് പോലെയാണ് തോന്നുന്നത്. അതിന് ചില കാരണങ്ങളുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ
ഒരു സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ പോൾ ഹേമൻ വന്നുകൊണ്ട് CM പങ്ക് പ്രോമോ കട്ട് ചെയ്യുമ്പോൾ സോളോ സിക്കാവയുടെ ബ്ലഡ് ലൈൻ ടീമിൽ നിന്നും എന്നെ രക്ഷിക്കാൻ പറ്റുമോ എന്നൊക്കെ പോൾ ഹേമൻ ചോദിച്ചിട്ടുണ്ട്. അത് ഒരു കാരണമായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും, അതായത് CM പങ്ക് റോമന്റെ ടീമിൽ വരുന്നതിൽ. അതേപോലെ തന്നെ മറ്റൊരു കാരണം എന്താണ് എന്ന് വെച്ചാൽ സെത്ത് റോളൻസ് ആണ് സർവൈവർ സീരീസിൽ വരാൻ പോകുന്നത് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലും സെത്ത് റോളൻസ് പറയുന്നത് താൻ റോമൻ റെയിൻസിൻ്റെ ടീമിൽ വന്ന് വർക്ക് ചെയ്യില്ല എന്നാണ്. അപ്പോൾ സർവൈവർ സീരീസ് മാച്ച് നടക്കുന്ന സമയത്തും സെത്ത് റോളൻസ് റോമൻ്റെ ടീമിൽ ആഡ് ആവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് CM പങ്ക് അവിടെ റിട്ടേൺ ചെയ്ത് സെത്ത് റോളൻസിനെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ട് റോമൻ റെയിൻസിൻ്റെ ടീമിൽ 5th മെമ്പറായിട്ട് ജോയിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നടക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിനൊരു സാധ്യത കാണുന്നുണ്ട്. അതായത് ഇങ്ങനെ CM പങ്ക് സെത്ത് റോളൻസിൻ്റെ സ്ഥാനത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവരുടെ റെസൽമേനിയ സ്റ്റോറി ലൈനിന് ഒരു വേറെ ലെവൽ സ്റ്റാർട്ടിങ് കിട്ടും. അതായത് കഴിഞ്ഞ സർവൈവർ സീരീസിൽ ഇവർ ഫേസ് ടു ഫേസ് നോക്കി ഒരു റെസൽമേനിയ സ്റ്റോറി ലൈൻ സ്റ്റാർട്ട് ചെയ്തു എങ്കിലും അത് നടക്കാതെ പോയി. അപ്പോൾ ഈ സർവൈവർ സീരീസിൽ റോമനെ സഹായിച്ച് CM പങ്ക് നിൽക്കുമ്പോൾ സെത്തിന് അത് കണ്ട് ഉറപ്പായിട്ടും ദേഷ്യം വരും. അതുകൊണ്ട് CM പങ്കുമായിട്ടുള്ള സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാനാണ് ചാൻസ് ഉള്ളത് സർവൈവർ സീരീസിൽ. അപ്പോൾ ഈ റൂമർ വന്ന സമയത്ത് ഒരിത്തിരി വിശ്വസിക്കാൻ പറ്റുന്നത് പോലെയാണ് തോന്നുന്നത്. പക്ഷേ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം സെത്ത് റോളൻസ് ആണ് ആ മാച്ചിൽ കൺഫേം ആയിട്ടും വരാൻ പോകുന്നത് എന്ന്. ഇതും ഇപ്പോൾ വന്നിട്ടുള്ള റൂമർ ആയതുകൊണ്ടാണെന്ന് പറഞ്ഞത്. ഇത് നടക്കാൻ സാധ്യതയുള്ളത് പോലെ തോന്നിയതുകൊണ്ട് എന്തായാലും ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.